അവനി എന്നെ കൈ നീട്ടി അടിച്ചമ്മ. അവനി നിന്നെ അടിച്ചെന്നോ? നിങ്ങളുടെ ഡയലോഗിന്റെ അത്ര ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നമ്മേ. കാരണം കൈ തിരിച്ചറിയുന്നതിന് മുൻപ് അവൾ അടിച്ചകത്തേക്ക് പോയി. എന്തിനടിച്ചത്? ആ അവനെ വിളിച്ച് ചോദിക്കാമമ്മേ. ഞങ്ങള് പറഞ്ഞ കള്ളം പറയാണെന്നല്ലേ പറയുള്ളൂ. അതുകൂടാതെ തെറ്റ് ചെയ്ത ആവനിയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? വേദവതിയുടെ ഭാവി മരുമകളെ കൈ വച്ചതാരായാലും ശരി, വെറുതെ വിടില്ല ഞാൻ. തെറ്റ് ചെയ്തത് അവനിയാണെന്ന് മനസ്സിലായാൽ അവൾക്കുള്ള ശിക്ഷ വലുതായിരിക്കും. അവനീ 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 പുറത്തേക്ക് വാ. എന്താ ഉണ്ടായതമ്മേ? നീ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. അവനിയെ പറ്റി ഇനിയും എന്താ അലിഗേഷനാ ഉണ്ടായത്? അത് ആരോപണമാണോ അല്ലയോ എന്ന് അറിയാനാ. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. അയ്യോ, എന്താ ഉണ്ടായെന്ന് പറയച്ചാ. നിനക്കൊരു 5 മിനിറ്റ് വായടയ്ക്കാൻ പറ്റുമോ? അടങ്ങ്. നിഹാരികയെ നീ അടിച്ചോ? മൗനമല്ല, എനിക്ക് വേണ്ടത് ഉത്തരമാണ്. നീ അടിച്ചോ ഇല്ലയോ? അടിച്ചു. തെറ്റ് ചെയ്ത കുട്ടിയുടെ അമ്മയെ പോലെ, തെറ്റ് ചെയ്ത വിദ്യാർത്ഥിയുടെ ഗുരുവിനെ പോലെ അടിച്ചു. അയ്യോ, ആട് പുല്ല് തിന്നാത്തതിന് ഇടയനെ പോലെ അടിച്ചു, കള്ളൻ കള്ളത്തരം കാണിച്ചതിന് പോലീസിനെ പോലെ അടിച്ചു. അങ്ങനെയുള്ള പഞ്ചി ഡയലോഗൊക്കെ ഇനിയും പറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കണം മോളെ. അതല്ലാതെ കൈനീട്ടി അടിക്കൊന്നുമല്ല വേണ്ടത്. എന്തിനാ അടിച്ചത്? അതിനു മാത്രം എന്താ സംഭവിച്ചതെന്നൊക്കെ ആദ്യം അതൊന്ന് ചോദിക്കച്ചാ. അവൾ ചെയ്തതറിഞ്ഞാൽ അമ്മയാണെങ്കിലും അവളെ വീട്ടിൽ നിർത്തില്ല. എന്താ സംഭവിച്ചെന്ന് പറയാ അവനി. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ നീ ഒന്നും പറയണ്ട. ഇനി നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വേദവതിയുടെ ഭാവി മരുമകളെ കൈ നീട്ടി അടിക്കുന്നത് ക്ഷമിക്കാനാവാത്ത തെറ്റാ. നിഹാരികയോട് നീ ക്ഷമ ചോദിക്ക. ആന്റി, നിങ്ങൾ കാര്യം എന്താണെന്ന് അറിയാതെയാ. എനിക്ക് കാരണങ്ങൾ ഒന്നും കേൾക്കണ്ട. നിഹാരികയോട് ക്ഷമ പറഞ്ഞാൽ മാത്രം മതി. അവള് പറയുന്ന കേൾക്കാതെ ഇത് എന്ത് തീരുമാനവും അമ്മേ? നീ വായടക്ക്. നീ ക്ഷമ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മനസ്സതിനെ സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ കണ്ടില്ലേ അവൾ എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേന്ന്. ഇന്നവള് നിഹാരിക അടിച്ചു, നാളെ ഇനി നമ്മളെ ആയിരിക്കും. ഇങ്ങനെ ഒരാളോടൊപ്പം എങ്ങനെയാ കഴിയാ? നിങ്ങൾ പറയുന്നതും ചെയ്യുന്നില്ല. അപ്പോ നിങ്ങളുടെ വാക്കിനും വിലയും മര്യാദയും ഇല്ലാന്നാണോ? അങ്ങനെ തന്നെയല്ലേ? പുറത്ത് പോ അവനി.
കാവ്യ, പോയി ആവണിയുടെ ബാഗ് എടുത്തോണ്ട് വാ. ശരി അമ്മമ്മേ. സത്യം പറയാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഈ കാണിക്കുന്നതൊക്കെ തെറ്റ് തന്നെയല്ലേ അമ്മേ? അമ്മ പറയുന്നതൊക്കെ അക്ഷരം പ്രതി കേൾക്കാറുള്ള ആവനിക്ക് അമ്മ ഇങ്ങനൊരു ശിക്ഷ നൽകുകയാണോ? നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകളെ കുറിച്ച് മാത്രം ആലോചിച്ച് നിനക്ക് ഒരവസരം കൂടി തരാം. നിഹാരിയുടെ സോറി പറ, ഈ വീട്ടിൽ തന്നെ നിൽക്കാം. ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരും. എന്റെ വാക്കിന് പോലും നീ വില നൽകുന്നില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. സീനിലേക്ക് പെട്ടെന്ന് ഈ സ്ത്രീ എങ്ങനെ വന്നു? അവന് എന്തിനു വേണ്ടിയാ മാപ്പ് പറയേണ്ടത്? ഒന്നും പറയാനില്ലേ? ഇതിനിടയ്ക്ക് നീ ഇത് എവിടുന്നാ? ഏയ് 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 ഏയ്, നിന്നെ പോലെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങാതെ പുൽപ്പായൽ കിടന്ന് വളർന്നവളാ. കേട്ടു നിൽക്കാൻ മാത്രമല്ല, പറയേണ്ടത് പറയാനും അറിയാം. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ ആവനെയല്ല. എന്റെ മകള് മരണത്തെ മുഖാമുഖം കണ്ടപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവനി എന്റെ കൂടെ വന്നു. ആ നേരത്തെ ഒരു ഓട്ടോ പോലും കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോ ആ സമയത്ത് ഇതാ നിങ്ങളുടെ ഭാവി മരുമകള് ഒരു കാറിൽ അങ്ങ് വന്നു. കുട്ടിയെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞപ്പോ അവൾ എന്താ പറഞ്ഞേന്നോ? വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഹോസ്പിറ്റൽ വരെ നീ ഒരു ലിഫ്റ്റ് താ പ്ലീസ്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യില്ല, ചെയ്യാനും പോകുന്നില്ല. അത്രയ്ക്ക് മിടിക്കുക ഈ നിഹാരിക. ആ കുട്ടി മരിച്ചു പോയോന്ന് വായി തോന്നിയതുപോലെ ഇവിടെ സംസാരിച്ച്, അതുകൊണ്ട് അടിച്ചത്. ആവനിയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുന്നവരുണ്ട്. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ആവനിയെ ഒന്നും പറയരുതെന്ന് ഞാൻ അന്ന് അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോ പറഞ്ഞതാ. ചുരുങ്ങിയത് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും അവസരം നൽകാതെ നിങ്ങൾ ശിക്ഷിച്ചു. ഇതാണോ നിങ്ങളുടെ നീതിബോധം? സുജാത ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഏതോ റേഡിയോ വാർത്ത കേൾക്കുന്നത് പോലെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത് എന്താ അമ്മേ? ഇനിയിപ്പോ ആവനിയോട് നിഹാരിക സോറി പറഞ്ഞില്ലെങ്കിൽ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നാണക്കേട്. ഇങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ അവളെ നിർബന്ധിച്ച് മാപ്പ് പറയാൻ ശ്രമിച്ചല്ലോ. ചിലരൊക്കെ കാരണം
എന്റെ കുടുംബം തന്നെ ഇല്ലാതായി പോയതാ. അപ്പൊ ഞങ്ങള് തിരിച്ച് എന്തൊക്കെ ചെയ്യണം? മനുഷ്യന്മാരുടെ മരണത്തിന് കാരണമായവർക്ക് എന്ത് ശിക്ഷ നൽകേണ്ടത്? ആര് മരിച്ചുപോയ കാര്യമാ? ശരിക്കും നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയുന്നേ? അതൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാ? നീ ചെയ്തത് തെറ്റാ മോളെ. കൊച്ചുകുട്ടികളുടെ ജീവൻ എന്ന് വെച്ചാ ഇത്രമാത്രം സിമ്പിളാണോ നിനക്ക്? എത്ര വലിയ പാപാ അത്. നീ ഈ ചെയ്തു വെച്ചത് പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ വേദവതിയുടെ മരുമകൾക്ക് യാതൊരുവിധ മനുഷ്യത്വമില്ലെന്ന് ആളുകൾ പറയില്ലേ? ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത്. അപ്പോ ഇനി അവള് സോറി പറയില്ലേ? ഇനി അതും വേണോ നിനക്ക്? കറങ്ങി തിരിഞ്ഞ് അവസാനം ആവനിക്ക് തന്നെ അത് ഉപകാരമായി. നമ്മള് പ്രതീക്ഷിച്ചതല്ലേ. ഇതാ നോക്ക്, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അതെല്ലാം വിട്ടേക്ക്. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാ. അവനി, നീ അകത്തേക്ക് പോമോളെ. സുജാത, ഞങ്ങള് നോക്കിക്കൊള്ളാം. നീ ഇപ്പൊ പോമോളെ. അകത്തേക്ക് ചെല്ലാവനി. എല്ലാവരും പൊക്കോളൂ. മോളെ സുജാത, എന്താ? മോക്കിപ്പോ എങ്ങനെയുണ്ട്? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ ചെയ്തോളാം മോളെ. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്ന് മകളെ ഒന്ന് കണ്ടോട്ടെ മോളെ. നിങ്ങൾ വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഔദാര്യവും വേണ്ട. ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് അങ്ങ് വിട്ടാ മതി. നിന്റെ മകളെയും ഭർത്താവിനെയും ഒന്ന് കാണുന്നുണ്ട് മോളെ. കഷ്ടപ്പാടുകൊണ്ട് നരകിക്കുന്നവരാ. നിങ്ങളുടെ അനുകമ്പ കൂടി ഇനി സഹിക്കാൻ വയ്യ. ഏത് കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. നിന്റെ വെറുപ്പിനൊരു അന്ത്യമില്ലേ മോളെ? ഞാൻ ചത്താലേ ഇതൊക്കെ അവസാനിക്കൂ. മോളെ, എന്റെ അനിയത്തിയെ എനിക്ക് നഷ്ടമായി. നിന്നിലൂടെയാ ഞാൻ എന്റെ അനിയത്തിയെ കാണുന്നത് മോളെ. നിന്റെ കോപം പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. എന്റെ മാതാപിതാക്കള് ചിതയിലെരിഞ്ഞ് ചാരമായിട്ട് വർഷങ്ങളായി കാണും. പക്ഷേ ആ തീ ഇപ്പോഴും എന്റെ നെഞ്ചിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആ അഗ്നിയെ കെടുത്തിക്കളയാൻ ആ ഇന്ദ്രദേവന് പോലും ഒരിക്കലും കഴിയില്ല. നിത്യ അഗ്നിഹോത്രം പോലെ അതെന്നും കത്തിക്കൊണ്ടിരിക്കും. നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഞങ്ങൾക്കൊരു സ്ഥാനം തന്നാ ആ തീയിൽ കിടന്ന് ഞങ്ങൾ എരിഞ്ഞോളാം മോളെ. എന്റെ കണ്ണീരിന് കാരണക്കാരായ നിങ്ങളിങ്ങനെ കരയുന്ന കാണുമ്പോ എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. വേണ്ട, ഈ കള്ള കണ്ണീര് വേണ്ട. ഞങ്ങളുടേത് വേട്ടയാടുന്നവരുടെ കണ്ണല്ല, വേട്ടക്കാരന്റെ അമ്പേറ്റ് മുറിവേറ്റ ഇരയുടെ കണ്ണാണ് മോളെ. നീയൊന്ന് മനസ്സിലാക്ക. നിങ്ങളാരും ഇരകളല്ല, പാമ്പുകളാ. ഇതൊന്നും കണ്ണീരല്ല, വിഷം. ദേ നോക്ക്, എന്റെ കുടുംബത്തെക്കുറിച്ചോ എന്റെ മകളെക്കുറിച്ചോ നിങ്ങൾ ആലോചിക്കേണ്ട. ഞങ്ങളോട് അടുക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളോട് അകന്ന് നിൽക്കുന്നത് തന്നെയാ എന്റെ മനസ്സിന് ഏറ്റവും സമാധാനം. അടുത്തു കഴിഞ്ഞാ പിന്നെ വീണ്ടും എന്തെങ്കിലും ഒന്ന് ഞാൻ നഷ്ടപ്പെടുത്തേണ്ടി വരും.
നിങ്ങളിൽ നിന്ന് എനിക്ക് ഒരു സഹായവും വേണ്ട. എന്റെ അനിയത്തിയെ പോലുള്ള ആവനെ നന്നായിട്ട് നോക്കിയാൽ മാത്രം മതി. അവള് വളരെ നല്ല കുട്ടിയാ, അപമാനിക്കരുത്. അവള് ചെയ്ത നന്മകൾ നിങ്ങൾ ഓർക്കണം, ആദരിക്കണം. അതാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സഹായം. കണ്ണീരിന് ഒരുപാട് വിലയുള്ളതാ. അത് വെറുതെ അഭിനയിച്ചു കളയരുത്. അത് കൃത്യമായി ഉപയോഗിക്കാനുള്ള സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മളോട് അവള് കരുണ കാണിക്കില്ല. അവളുടെ അനിയത്തെയും കുടുംബത്തെയും പരിചയപ്പെടുത്തില്ല. റൈറ്റ് ടൈമില് സുജാത ചേച്ചി വന്നതുകൊണ്ട് താൻ നിഹാരികയോട് സോറി പറയുന്നത് നമുക്ക് തടയാൻ പറ്റിയല്ലടോ. ഇല്ലെങ്കിൽ അമ്മയുടെ ഓർഡർ ആയതുകൊണ്ട് താൻ എന്തായാലും അവളോട് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നേനെ. സൗമ്യ എന്റെ പ്രാണനാണ്. സൗമ്യയുടെ ജീവനെ കുറിച്ച് നിഹാരിക തോന്നിവാസം പറഞ്ഞ് കേട്ടപ്പോ സഹിക്കാൻ പറ്റാതെ ഞാൻ അടിച്ചത്. അത് ആലോചിച്ച് താൻ ഇനി വിഷമിക്കൊന്നും വേണ്ടടോ. അവൾക്ക് കിട്ടേണ്ട ശിക്ഷ താൻ കൊടുത്തില്ലേ? ആകെ കൂടെ നോക്കുമ്പോ എനിക്കെന്താ തോന്നുന്നറിയോ, സുജാതയുടെ അനിയത്തി ആരാന്നറിയാൻ വേണ്ടി അമ്മയും അച്ഛനും കുറെ കാലമായി അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവാടോ. തന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവരോട് പറയട്ടെ. ആദ്യം തൊട്ടേ തന്നെ പറ്റി അവർക്ക് നല്ലൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് അനന്തരവളാണ് താനെന്നറിഞ്ഞ അവരുടെ സന്തോഷത്തിന് അതിരേ ഉണ്ടാവില്ല. സുജാതയും ആവനിയും നമ്മുടെ കുടുംബം തന്നെയാണെന്ന് അവര് തന്നെ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞേക്കും. അത് കഴിഞ്ഞാ ഈ വീട്ടില് നിങ്ങൾക്ക് രണ്ടാൾക്കും അർഹിക്കുന്ന സ്ഥാനം തന്നെ കിട്ടും. ആരും നിങ്ങളെ ഇനി ഒരിക്കലും അപമാനിക്കാനും വരില്ല. ഞാൻ ഇപ്പൊ തന്നെ പറയാം. നിക്കേട്ടാ, ചില സത്യങ്ങളൊക്കെ കാലമായിട്ട് പുറത്തു പറയും. ചില സത്യങ്ങളൊക്കെ നമ്മൾ സമയം നോക്കി വേണം പുറത്ത് പറയാൻ. ഈ സമയം അതിന് പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ലേട്ടാ. അതെന്താ? ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആ അവസരം നോക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്താൻ നോക്കും. നമ്മൾ പറയുന്ന സത്യങ്ങള് അവരുടെ കണ്ണിൽ വെറും ന്യായങ്ങൾ മാത്രമായിരിക്കും. മാത്രമല്ലാതെ ആ കാര്യങ്ങൾ മറ്റു പല സത്യങ്ങളെയും പുറത്തു കൊണ്ടുവരാനുള്ള വഴി തെളിയിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കല്യാണത്തെ കുറിച്ച് പറയേണ്ടി വരും. അതിന് നമ്മളിപ്പോ തയ്യാറാണോ ഏട്ടാ? ഇത്തരം കാര്യങ്ങൾ എന്തിനാ മറച്ചു വെച്ചതെന്ന് തിരിച്ച നമ്മളോട് ആരെങ്കിലും ചോദിച്ച നമ്മുടെ അടുത്ത് എന്ത് മറുപടി ഉള്ളത്? അതുകൊണ്ടാ പറയുന്നത്, ധൃതി കാണിച്ച് മുന്നോട്ട് ചുവട് വെക്കരുതെന്ന്, മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കരുത് എന്ന്. പക്ഷെ നിലവിൽ ഞാൻ ഇവിടെ വന്നതിനു പിന്നിലെ കർത്തവ്യം നിഹാരികയുടെ തനി സ്വരൂപം പുറത്തു കാണിക്കാൻ വേണ്ടിയാ. ഈ വീട്ടിലെ മരുമകളാകാനുള്ള അർഹത അവൾക്കില്ലെന്ന് തെളിവുകൾ നിരത്തി കാണിക്കുന്നതാ. അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാം. ചേച്ചിയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഈ വീട്ടിലുള്ളവർ എത്രയും പെട്ടെന്ന് അറിയണമെന്ന് ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ അതിനതിൻ്റെതായ സമയമുണ്ട്. കേട്ടില്ലേ? എന്റെ അമ്മയ്ക്ക് തന്നെ കൊണ്ട് നിഹാരികയോട് സോറി പറയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി നിഹാരിക എപ്പോഴും താൻ അവളുടെ മുഖത്ത് കൊടുത്ത അടി ഇനി ഒരിക്കലും മറക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് തന്നെ വെറുതെ വിടില്ല. അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. കുട്ടിയുടെ കാര്യത്തിലെങ്ങാനും നീ അതിര് കടന്നു കഴിഞ്ഞാ ഒരു കുഴി വെട്ടി മൂടി ഞാൻ നിന്നെ.
എന്തേ ഷോക്കടിച്ച പോലെ അവിടെ നിന്ന് കളഞ്ഞ എന്തിനാ? വട്ടായി പോയോ നിനക്ക്? ഞാൻ ഒരുപാട് പേരുടെ കരണത്തടിച്ചിട്ടുണ്ട് എന്നല്ലാതെ എന്റെ മുഖത്ത് ഒരാൾ പോലും ജനിച്ച ശേഷം കൈവച്ച ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എനിക്കിത് സഹിക്കാനേ പറ്റുന്നില്ല. നീ കാണിച്ച കാര്യത്തിനോ ഒരടി കൊണ്ട് മറുപടി ആവത്തില്ല. ഒരെണ്ണം കൂടി തന്നിട്ട് പോകാൻ വന്നതാ.